When I find my true values, the true value system that exists within me, that's what I am giving my children. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ആ മൂല്യങ്ങളെ ഞാൻ തിരിച്ചറിയുമ്പോൾ, യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമായി ഗിഫ്റ്റായിട്ട് മാറും. Because with self-realization comes self-respect. കാരണം സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ തന്നോടുള്ള ബഹുമാനം വർദ്ധിക്കുള്ളൂ, സെൽഫ് റെസ്പെക്റ്റ് വർദ്ധിക്കുള്ളൂ. With self-respect, I'm able to respect others for who they are. കാരണം മറ്റുള്ളവരെ ബഹുമാനിക്കണമെങ്കിൽ അവനവനോട് തന്നെ ബഹുമാനമുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. With self-respect comes a natural sense of confidence. ആ ബഹുമാനം വന്നു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മൂല്യം മനസ്സിലായി, എനിക്ക് എന്നോടുള്ള മതിപ്പ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അപ്പോഴാണ് ആത്മവിശ്വാസത്തിലേക്ക് വരുന്നത്. In this world today, everything is very fast, doing. Everything is based on the doing. ഇന്നെല്ലാം കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഡൂയിങ്, ചെയ്യുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. So we have to bring balance back into our life. With balance, we begin to experience the being. So we're human beings. Human the doing, being the stillness. ഇനി അവിടെ നമുക്കൊരു ബാലൻസ് കൊണ്ടുവരണം. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലതും, പക്ഷെ ബീയിങ് എന്നുള്ള അവസ്ഥയിലേക്ക്, ഗുണങ്ങളുടെയും ശക്തികളുടെയും ആ അവസ്ഥയിലേക്ക് ഉണരണം. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഹ്യൂമൻ ഡൂയിങ്സ് അല്ല. What happens when we overdo, we get sick. Speaking from my own experience, I used to be like that. കാരണം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൂടുതൽ കർമ്മത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മളെ രോഗിയാക്കി മാറ്റും. സിസ്റ്റർക്ക് അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ട്. I thought I was superwoman, doing many things at the same time. I thought I was superwoman, doing many things at the same time. Many things. പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ശ്രമം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. And then my body rebelled against that, and I had to stop. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കാതായി. അപ്പോൾ അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. And in that stopping, I had time to contemplate, time to reflect, time for deep meditation. ആ ഘട്ടത്തിലാണ് വളരെയധികം ആഴത്തിൽ ചിന്തിക്കാനും തന്നെ മനസ്സിലാക്കാനും ആഴത്തിലേക്ക് പോകാനുമുള്ള ഒരു അവസരം കിട്ടിയത്. And I realized that I wasn't trying to prove myself to anyone but me. I was trying to prove that I could do all of these things to myself. അപ്പം അങ്ങനെ ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തിരക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചത് മറ്റാരെയും ബോധിപ്പിക്കാനായിരുന്നില്ല, പക്ഷെ ഞാൻ എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലായിരുന്നു. So in a subconscious way, our mind is dictating to us what we should and shouldn't be, how we should act, how we should not act. അപ്പോൾ യഥാർത്ഥത്തിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് കിടക്കുന്ന ഒന്നാണ്. ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എന്ത് പറയണം, പലപ്പോഴും അതിൻ്റെ മേലെ നമുക്ക് കൺട്രോൾ പോലും ഉണ്ടാവാറില്ല. So when I begin to meditate, I start to observe all of these thoughts. ധ്യാനത്തിനിരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. And I also have the realization that I've allowed my mind to rule me. അപ്പോൾ അതും ഒരു റിയലൈസേഷൻ ഉണ്ടായി. കാരണം മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് മനസ്സിലായി. And a greater realization that I am not my mind. I am actually the owner of my mind. അതിനേക്കാൾ വലിയൊരു തിരിച്ചറിവായിരുന്നു, അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനസ്സല്ല ഞാൻ മനസ്സിൻ്റെ ഉടമയാണ്, അതിനെ നിയന്ത്രിക്കേണ്ട ആളാണ്. And with the realization that I have the power to control my thoughts. In so doing, my thoughts
will control my words control my deeds. അപ്പോൾ അത് മനസ്സിലായപ്പോൾ ഞാൻ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ആളാണ് എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ചിന്തകളെ എനിക്ക് വേണമെങ്കിൽ തടയാൻ സാധിക്കും എന്ന് മനസ്സിലായി. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വാക്കുകളായി മാറുന്നു, വാക്കുകൾ എൻ്റെ കർമ്മത്തെ തീരുമാനിക്കുന്നു. So if I want to be a better person, it's up to me to take that power over my mind. അതുകൊണ്ട് കൂടുതൽ മികച്ചൊരു വ്യക്തിയായിട്ട് മാറാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മനസ്സിൻ്റെ മീതെയുള്ള നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുക. And through meditation we don't go blank, we don't stop our thinking, but it gives us opportunity to slow the thinking pattern down so that we can observe what thoughts we want to use, what thoughts we don't want to use. യഥാർത്ഥത്തിൽ ഇവിടെ ധ്യാനം എന്ന് പറയുമ്പോൾ ചിന്തകളെ ശൂന്യമാക്കുന്ന, ചിന്തകളെ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. നമ്മൾ ശാന്തമായിരിക്കുന്നു, ചിന്തകൾ പതുക്കെ എണ്ണം കുറയാൻ തുടങ്ങുന്നു. ആ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഏത് ചിന്തകളാണ് ഇതിൽ ആവശ്യമില്ലാത്തത്, ഏതാണ് ആവശ്യമുള്ളത്. So as parents we have to be very careful to choose our thoughts, that choose our words, that choose our deeds, because we are being watched all the time. പ്രത്യേകിച്ച് പാരൻസ് എന്നുള്ള രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരഞ്ഞെടുക്കൽ നമ്മൾ നടത്തിയേ തീരുള്ളൂ. ചിന്തകളെ തിരഞ്ഞെടുക്കണം, വാക്കുകളെ തിരഞ്ഞെടുക്കണം, കർമ്മത്തെ തിരഞ്ഞെടുക്കണം. കാരണം സദാസമയം പലരും എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ. And if we watch our children, and we're honest, we will see mirrors of ourselves. അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ, കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ അവരിൽ കാണാൻ സാധിക്കും. So if we choose to go within and have that connection with the spiritual parent, then our mind, our intellect becomes divine and we become the mirror for God. അപ്പം ഞാൻ ഈശ്വരനുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നതെങ്കിൽ എൻ്റെ ചിന്തകളും എൻ്റെ ബുദ്ധിയും ഈശ്വരൻ്റെ ശക്തികളെ പ്രതിഫലിപ്പിക്കാനുള്ളൊരു കണ്ണാടിയായി മാറും. This is what your children are needing. They are needing spirituality in the home. ഇതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ആവശ്യം. ഗൃഹാന്തരീക്ഷത്തിൽ ആത്മീയതയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്, അത് നമ്മൾ നികത്തണം. You can make your home a place of love, a place of peace, a place of happiness where children will want to come home to. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു കൂടാരമാക്കി വീട്ടിനെ മാറ്റാൻ നമുക്ക് കഴിയണം. കുട്ടികൾക്ക് അവരുടെ കർമ്മങ്ങൾ തീർത്ത് വേഗം തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ചിന്ത ഉണ്ടാവണം. If you stop and reflect for a moment and just think about your habits, where did they come from? നമ്മളൊരു സെക്കൻഡ് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ എവിടെ നിന്നുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തുത്തരമാണ് ലഭിക്കുന്നത്? A lot of them would have come from your own parents. അതിൽ പല ശീലങ്ങളും അച്ഛനമ്മമാരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. And there's a story that we share very often in a program that we do in the retreat centre, Melbourne, where I come from. സിസ്റ്റർ മെൽബണിലുള്ള റിട്രീറ്റ് സെൻട്രൽ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിനെ സംബന്ധിച്ച ഒരു കഥ എപ്പോഴും പറയാറുണ്ട്. As we're describing a certain way of traditional belief system, there's a story about a woman, a young woman, who's cooking for the family. And I know none of you here would probably cook. You know, I have to say it was a leg of lamb because that's the story. But I'm sure you're all vegetarian here. And she cuts off the end part of the leg of lamb and puts it in the oven. And one day she said to her mother, I do this because I watched you cook. Why do you cut the end part off the leg of lamb before you put it in the oven?
And the mother said, I don't know, I did it because my mother did it. And so the young woman went to her grandmother and she said, Grandmother, why do we cut that end bit off the leg of lamb before we put it in the oven? And her grandmother said, oh, that's only because the pan wasn't big enough for the full leg of lamb. Well, this is how we continue without even questioning these habits. ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ഈ ആടിൻ്റെ മാംസമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അമ്മ അതിനെ പാത്രത്തിൽ വേവിക്കാനിടുന്നതിൻ്റെ മുൻപ് അതിനെ കഷ്ണങ്ങളായിട്ട്, ആ കാലിനെ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത് കണ്ടു. മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്തിനാണ് ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മുത്തശ്ശി, അതായത് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു ചെയ്തത്, കഷ്ണങ്ങളായിട്ട് മുറുക്കിയിടുന്നതിൻ്റെ മുമ്പ്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് ഇതേ ചോദ്യം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അപ്പം മുത്തശ്ശി പറഞ്ഞു, അന്ന് പാത്രം ചെറുതായിരുന്നു, അതുകൊണ്ട് മുറിക്കാതെ അതിനകത്ത് ഇടാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് മുറിച്ചത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇതാരും ചോദിച്ചിട്ടില്ല. ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റൊരാളത് ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണ്? അത് മുറിക്കാതെ ഇടാമോ മുറിച്ചിട്ടിടണോ ഇത് ആലോചിക്കുന്ന പോലും ഇല്ല. So that's just one example of how we do things without even questioning, because our parents did or their parents did, and we just hand that over to our children. അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ചെയ്യാതെ തന്നെ പല കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിട്ട് ചോദ്യം ചെയ്യാതെ തന്നെ പല ശീലങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട്. So what we have believed in the past to be right doesn't necessarily be right for our children. അതുകൊണ്ട് ഞാൻ മുമ്പ് എന്താണോ ശരി എന്ന് കരുതിയിരുന്നത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കണമെന്നില്ല ശരി. This is a very important time in the world. It's time for change. But the world can't change if I personally don't change. കാരണം ഇത് ഈ ഒരു കാലഘട്ടം ലോകത്തിന് മുഴുവൻ വലിയൊരു പരിവർത്തനം വരേണ്ട കാലഘട്ടമാണ്. പക്ഷേ ഞാൻ മാറാത്തിടത്തോളം ആ മാറ്റം ഒരിക്കലും ലോകത്തിൽ സംഭവിക്കില്ല. It doesn't mean that you have to disregard all your old value system, but it means to discern what values to keep from the past and what are no value at all in this day and age. ഇതിന് നമ്മുടെ ഇപ്പോഴുള്ള മൂല്യബോധത്തെ മുഴുവൻ മാറ്റിവെക്കണമെന്നർത്ഥമില്ല. പക്ഷേ വളരെ ആഴത്തിൽ ചിന്തിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് എനിക്ക് തടസ്സമുണ്ടാക്കുന്നത്. ആ തടസ്സമുണ്ടാക്കുന്നതിനെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. And the only way we can really discern is to sit in meditation. പക്ഷേ ഈ ഒരു ശക്തി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശക്തി, എൻ്റെ ഉള്ളിൽ ആവശ്യമുള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിന് വേണ്ടി ഇരിക്കുക തന്നെ വേണം. To allow those thoughts of the past to come up, observe and discern which ones to keep, which ones to let go of. അങ്ങനെ ശാന്തമായി ധ്യാനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ മുൻപ് വന്നിട്ടുള്ള ചിന്തകൾ, വന്നടിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെല്ലാം പൊങ്ങി വരും. അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഏതിനെ നിലനിർത്തണം, ഏതിനെ മാറ്റിക്കളയണം എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. It's not something that you can do very quickly. It's a journey, and it's an ongoing journey of letting go, letting go, letting go. Self-awareness, self-awareness, self-awareness. ഇത് തീർച്ചയായിട്ടും ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കുറച്ച് സമയം തീർച്ചയായിട്ടും എടുക്കും. നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ആവശ്യമില്ലാത്തതിനെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. എൻ്റെ യഥാർത്ഥമായ ബോധം, ആത്മബോധം വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. And when we let go, we need to replace. Because if we let go of something, it creates a void within the soul. So we need to choose a positive thought to place within that void. പക്ഷേ ആവശ്യമില്ലാത്തതിനെ കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തിനെങ്കിലും നമ്മൾ കളയുമ്പോൾ അതൊരു ശൂന്യതയെ സൃഷ്ടിക്കും. പകരം അതിനെ ഒരു പോസിറ്റീവായ മൂല്യം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം.
So there's many positive aspects to the self that we can focus on. But inevitably we focus on a negative about the self. And that is not bringing benefit. We need to bring benefit to the self so that our children will take benefit. നമ്മൾ സാധാരണ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ചെയ്യാറുള്ളത് നെഗറ്റീവായൊരു രീതിയിൽ നോക്കാറുണ്ട്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഈ രീതിയിൽ നോക്കുമ്പോൾ ആ കുഴപ്പങ്ങൾ വർദ്ധിക്കുകയല്ലാതെ മാറ്റമുണ്ടാവുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുഴപ്പങ്ങളെ മാറ്റി പകരം മൂല്യങ്ങൾ കൊണ്ട് അവിടെ നിറയ്ക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാവുന്നു. So many positive aspects within the self, many good qualities, many good virtues. കാരണം ആത്മാവിനകത്ത് നമ്മുടെ ഉള്ളിൽ വളരെയധികം പോസിറ്റീവായ മൂല്യങ്ങളുണ്ട്, വളരെയധികം ശക്തികളും ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. We need to really get to know the self on the inside. കാരണം അതിന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുകയും ചെയ്യണം. To appreciate who I am. ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് ആദ്യം ബോധ്യപ്പെടണം. എനിക്ക് എന്നെ തന്നെ അഭിനന്ദിക്കാൻ കഴിയണം. A very lovely thing to do for the self at the end of each day is to sit and reflect. Ask the self, what did I appreciate about myself today? എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം ശാന്തമായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് എനിക്ക് എന്നെ തന്നെ അഭിനന്ദിക്കാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു എന്ന് ഒരു അവലോകനം നടത്തണം. We can have a wonderful day. Everyone's happy with me. Then one person says one thing that upsets me. And I disregard all the good things that we've talked about in conversation with my friends. And my mind takes hold of that one negative aspect and grows and grows. So by the end of the day, I'm not feeling good. കാരണം അന്നത്തെ ദിവസം മുഴുവൻ കൂടുതലും നല്ല സംഭവങ്ങളാണ് നടന്നത്, വളരെ നല്ല കാര്യങ്ങളാണ് നടന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, മോശമായ രീതിയിൽ സംസാരിച്ചു. പക്ഷെ മുഴുവൻ ദിവസവും നമ്മുടെ ഫോക്കസ് മുഴുവൻ നടന്ന നല്ല കാര്യങ്ങളിലേക്കായിരിക്കില്ല. ആ ഒരൊറ്റ മോശമായ കാര്യത്തെ പിടിച്ചുകൊണ്ട് അതിനെ ചിന്തിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന് വലിയൊരു രൂപം നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. The mind has a way of taking hold of me and expanding that negativity within me. അങ്ങനെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് ആ മോശമായ കാര്യത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് വളരും. This is why it's important to put into practice this meditation so that the start of my day is beneficial. It's the foundation of the rest of my day. I can come back to my sense of peace at any given moment across the day. ഇതുകൊണ്ടാണ് ധ്യാനം വളരെ അത്യാവശ്യമായിരിക്കുന്നത്. വൈകുന്നേരമുള്ള റിഫ്ലക്ഷൻ അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ധ്യാനവും. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ ശുദ്ധമായ ചിന്തകളിൽ നമുക്ക് സ്ഥിതി ചെയ്യാൻ കഴിയും. മുഴുവൻ ദിവസത്തെ നമ്മുടെ സ്ഥിതിയെ നമുക്ക് ഉയർന്നതാക്കി മാറ്റാനും കഴിയും. You'll find that your children will appreciate you meditating. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ധ്യാനത്തിൻ്റെ ആ സ്ഥിതിയെ, ധ്യാനത്തിൻ്റെ അഭ്യാസത്തെ നമ്മുടെ കുട്ടികൾ പോലും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. At the retreat centre in Melbourne, for the last 15 years, I have been teaching meditation specifically to mothers. മെൽബണിൽ ബ്രഹ്മകുമാരീസിൻ്റെ റിട്രീറ്റ് സെൻറ്ററിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് സിസ്റ്റർ പ്രത്യേകിച്ചും അമ്മമാരുടെ, സ്ത്രീകളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് അമ്മമാർക്ക് ഈ മെഡിറ്റേഷൻ, ധ്യാനം മുറകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലാണ് കൂടുതൽ സമയം ചിലവാക്കുന്നത്. And even after a very short period of time, maybe 2 weeks, they say that their children have noticed a change in them, even though they hadn't. They ask them, "What have you been doing, Mum? You're not yelling at us anymore." പലപ്പോഴും അവരനുഭവം പറയാറുണ്ട്. ആ റിട്രീറ്റിന് വരുന്ന അമ്മമാർ 1-2 ആഴ്ചയുള്ള കണ്ടിന്യൂസ് റിട്രീറ്റ് പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ള മാറ്റത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കുട്ടികൾ അവരോട് പറയാറുണ്ട്, ഇപ്പോൾ അമ്മയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്, മുമ്പത്തെ പോലെ എന്നോട് ഒച്ചയുണ്ടാക്കി സംസാരിക്കുന്നില്ല. So the meditation practice is very subtle.
It's not a huge lightning flash thunderbolt experience. Very, very subtle change within the self. അതുകൊണ്ട് ധ്യാനം എന്നുള്ള പ്രക്രിയ അത് വളരെ ശാന്തമായ ഒന്നാണ്, വളരെ സൂക്ഷ്മമായൊരു പ്രക്രിയയാണ്. അല്ലാതെ വളരെ പുറമേ കാണുന്ന തരത്തിലുള്ള ഭയങ്കരമായ ഒന്നും അതിലില്ല. അത് ശാന്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കും. So it's good to experiment with it, to meditate every day for a week, and then perhaps not meditate for a week, and then you can see the difference, because very often we don't see that difference until we're not doing it. അതുകൊണ്ട് ഇത് നമ്മൾ പരീക്ഷണം നടത്തണം. ഇതിൽ ഒരാഴ്ച ദിവസം 1 മണിക്കൂർ ധ്യാനം ചെയ്ത് നോക്കണം. ഇതിൻ്റെ അടുത്ത ആഴ്ച ചെയ്യാതിരുന്ന് നോക്കണം. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ആ ചെയ്യുമ്പോൾ എന്ത് ഗുണമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും. The aim of the meditation, and it's very good to have an aim, set yourself an aim, but the actual aim of the meditation is to not react to situations anymore, but to act. എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഏറ്റവും നല്ലൊരു ലക്ഷ്യം മെഡിറ്റേഷന് കൊടുക്കാൻ പറ്റുന്നത് ഒരിക്കലും പ്രതികരിക്കരുത്. സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ഉടനെ ഉള്ള പ്രതികരണം അത് ഒഴിവാക്കാനുള്ള ലക്ഷ്യം നമ്മൾ വെച്ചാൽ വളരെ നന്നായിരിക്കും. So what we do when we react, we're reacting from a situation in the past, because no two situations can ever be the same. ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. മുൻപ് നടന്ന ഏതോ സംഭവത്തിൻ്റെ പിൻബലം കൊണ്ടാണ് ഞാൻ റിയാക്ഷൻ നടത്തിയത്. കാരണം ഒരിക്കലും 2 സാഹചര്യം ഒരുപോലെ ആവില്ല. അതുകൊണ്ട് ഈ സാഹചര്യം കൊണ്ടാണ് റിയാക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ അതിൻ്റെ ഓർമ്മ ഉള്ളിൽ ഉണ്ടായിരുന്ന കൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. If we were to realize that and see every situation as new, then we can act in a new way. ഓരോ സാഹചര്യവും പുതിയതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൻ്റെ പിൻബലത്തിൽ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു പുതിയ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി ശാന്തമായിരിക്കാൻ സാധിക്കും. If we're scolding our children and telling them that they always do a certain thing wrong, then we're just giving them that confirmation that that's what they will always do. കുട്ടികളോട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവർ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അത് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഭാവിയിൽ അവർ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് അവരോട് ഞാൻ ഉറക്കെ പറയുന്നത് പോലെ തന്നെയാണത്. If we realize ourselves as a child of God, then we realize our children are children of God too, that they have been entrusted to our care. സ്വയം ഞാൻ ആത്മാവ് ഈശ്വരൻ്റെ സന്താനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുട്ടികളും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർ ഈശ്വരൻ്റെ സന്താനങ്ങൾ തന്നെയാണ്. അവരെ തൽക്കാലത്തേക്ക് നമ്മുടെ കീഴിൽ ഈശ്വരൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വളരാൻ വേണ്ടിയിട്ട്. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറും. We begin to see them in a different way, in a different light, as God's child. ഈശ്വരൻ്റെ സന്താനമാണെന്ന് മനസ്സിലാവുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാടിൽ നമ്മൾ അവരെ കാണാൻ തുടങ്ങും. എൻ്റെ കുട്ടി എന്നുള്ളതിന് പകരം ഇത് ഈശ്വരൻ്റെ സന്താനമാണ്, ഇതൊരു ആത്മാവാണ്. And it's great fortune that they are in our care. മാത്രമല്ല അവരെ എൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചത് കൊണ്ടുള്ള കൃതജ്ഞതയും ഈശ്വരനോട് നമുക്ക് തോന്നും. And what every child, what every soul wants is love. എല്ലാ കുട്ടികൾക്കും എല്ലാ ആത്മാവിനും വേണ്ടത് സ്നേഹം തന്നെയാണ്. But what we've got confused with love is attachment. പക്ഷെ നമ്മൾ സ്നേഹം എന്നതിനെ ഈ മോഹം എന്നതുമായിട്ട് ചേർത്തിരിക്കുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നില്ല. So our spiritual teacher always tells us to be loving and detached. Always loving first, then detached. അതുകൊണ്ട്
എപ്പോഴും ഒരു ബാലൻസ് നമ്മൾ ഉണ്ടായിരിക്കണം. സ്നേഹവും അതോടൊപ്പം ഒരല്പം വേറിട്ട അവസ്ഥയും, ഡിറ്റാച്ച്മെൻറ്റ്, ഇത് രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടാവുമ്പോഴേ യഥാർത്ഥ റിലേഷൻഷിപ്പ് സാധ്യമാവുകയുള്ളൂ. The only way that I can do that is to understand that I am not this body, that I am the soul that drives this body. അതിനാദ്യം വേണ്ട തിരിച്ചറിവ്, ഞാൻ ഈ ശരീരമല്ല, ഞാനൊരു സാധാരണ വ്യക്തി അല്ല, ഞാൻ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവാണ്, ഈ ശരീരം ധരിച്ചിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ബോധം ആദ്യം ഉണ്ടായിരിക്കണം. And when I have that experience, then I have that understanding that my children are souls too, separate from their body. ആ ബോധം എനിക്കുണ്ടാവുമ്പോൾ കുട്ടികളെയും ആ രീതിയിൽ നോക്കാൻ തുടങ്ങും. ഇവരും ആത്മാവാണ്, ഇവരും ശരീരം ധരിച്ചിരിക്കുന്ന ആത്മാവാണ്, ശരീരത്തിനകത്ത് തൽക്കാലം ഇരിക്കുന്ന ആത്മാവാണ്. And then the love that I have to give them is pure love, not attached love. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് യഥാർത്ഥ സ്നേഹമായിട്ട് മാറും, ശുദ്ധമായ സ്നേഹമായിട്ട് മാറും. അവിടെ മോഹത്തിൻ്റെതായ അല്ലെങ്കിൽ ബന്ധനത്തിൻ്റെതായ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. When I change my vision on my children, that gives them the opportunity to grow, to be complete with who they are. ആ രീതിയിൽ ഞാൻ അവരെ നോക്കി കാണാൻ തുടങ്ങുമ്പോൾ അവർക്കും ഒരു അവസരം ലഭിക്കുകയാണ്. സ്വയം വളരാനും അവരാരാണോ യഥാർത്ഥത്തിൽ അതായിത്തീരാനുമുള്ള ഒരു ചാൻസ് ഞാൻ അവർക്ക് കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. Rather than discipline, I give them guidance with love. അപ്പോൾ കേവലം അച്ചടക്കത്തിന് പകരം സ്നേഹത്തിൻ്റെതായ രീതിയിൽ ഞാൻ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. I was with my family not long before I left for India, and it was just before Christmas. So the children very excited, very overexcited. ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു. അത് ക്രിസ്മസിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് കുട്ടികൾ വളരെ ഒരു ആവേശത്തിലായിരുന്നു ഈ ക്രിസ്മസിൻ്റെ സമയത്ത്. And my 4-year-old grandson, he was being mischievous, as a 4-year-old little boy would be, and his father reprimanded him, told him not to be naughty. Don't be naughty. പ്രത്യേകിച്ച് 4 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, പേരക്കുട്ടി, വളരെയധികം വികൃതി കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, വികൃതി കാണിക്കരുത്, മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. His father became quite frustrated because he was still doing what he was told not to do. കാരണം എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കുട്ടി അത് തന്നെ ചെയ്തപ്പോൾ അച്ഛന് വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടായി. And I just said quietly that he didn't hear the don't, he heard the naughty. അപ്പോൾ ഇത് അച്ഛൻ അത്ര ഉറക്കെയല്ല പറഞ്ഞത്. അതുകൊണ്ട് ആ ആദ്യത്തെ പാർട്ട് കുട്ടി കേട്ടില്ല. ഡോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് കേട്ടില്ല. നോട്ടി എന്നുള്ളത് മാത്രം, വികൃതി എന്നുള്ള വാക്ക് മാത്രമേ കുട്ടി ശ്രദ്ധിച്ചുള്ളൂ. So the more that you tell a child not to do something, you're affirming that something every time. ഒരു കുട്ടി എന്ത് ചെയ്യേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ, ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ, എന്താണോ ചെയ്യേണ്ടാത്തത് അത് ഞാൻ കൂടുതൽ പറഞ്ഞുറപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. With guidance, with love, you show them another way. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. എന്ത് ചെയ്യേണ്ട എന്ന് നമ്മൾ എല്ലാവരും പറയും, പക്ഷെ എന്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റുന്നില്ല. സ്നേഹത്തോടെയും ആ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. One day they will be parents and you want to give them the best grounding for that. കാരണം അവരും നാളെ പാരൻസ് ആയിട്ട്, രക്ഷിതാക്കളായിട്ട് മാറും. അതിനുള്ള അടിത്തറ ഇപ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയണം. They will always come back to how they were brought up. So if they're brought up with love, they will parent with love. കാരണം നമുക്കിപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞാൽ അവരവരുടെ കുട്ടികൾക്കും അത് തന്നെ കൊടുക്കും. It's only our own misgivings, our own feelings of abandonment from our own childhood. We are parenting
from our wounded inner child. How we were parented is how we are parenting. So our feelings of abandonment, rejection is how we are parenting our own children. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവം തന്നെ അത് തന്നെയാണ് അവർ ക്യാച്ച് ചെയ്യുന്നത്. എന്നെ എങ്ങനെ നോക്കിയോ അതെൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അത് തന്നെയായിരിക്കും ഞാൻ കുട്ടികൾക്കും പകർന്നു കൊടുക്കുന്നത്, അത് അവരവരുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കും. അതുകൊണ്ട് എന്ത് നമ്മൾ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. And so through the meditation practice, the word meditation in Latin means healing. I heal myself, and so my family is healed. Is healed too.